Hi friends, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പാനിപൂരിയാണ് കേട്ടോ. നമുക്ക് വീട്ടിൽ തന്നെ ഈസി ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. നമ്മൾ റോഡ് സൈഡിൽ നിന്നൊക്കെ കഴിക്കാറില്ല, അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. എല്ലാവരും ഈ വീഡിയോ കണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിവിടെ അതിനായിട്ട് ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി, 3 ടേബിൾ സ്പൂൺ മൈദ, ആവശ്യത്തിനുള്ള ഉപ്പ്, ബേക്കിംഗ് സോഡ 1 ടീസ്പൂൺ. ഫസ്റ്റ് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. ആദ്യം ഒരു ബൗളെടുത്ത് അതിലേക്ക് റവ ഇടാം. പിന്നെ 3 ടേബിൾ സ്പൂൺ മൈദ, 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് മാവ്, ആവശ്യത്തിനുള്ള ഉപ്പ്, ബേക്കിംഗ് സോഡ. ഇനി വെള്ളം ഉപയോഗിച്ച് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. ഇത് ഉണ്ടാക്കിയപ്പോഴാണ് ഇതിന് ഇത്രയൊക്കെ ടേസ്റ്റ് ഉണ്ടെന്ന് അറിഞ്ഞത്. ഫസ്റ്റൊന്നും ഞാനൊന്നും കഴിക്കാറില്ലായിരുന്നു. ഇപ്പോൾ വീട്ടിലുണ്ടാക്കിയപ്പോൾ കഴിച്ചു നോക്കിയവരാണ് അറിയുന്നത്. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഓരോന്ന് കഴിക്കും തോറും തിരിച്ചും കഴിക്കണമെന്ന് നമുക്ക് തോന്നും. ഇതിനുള്ള ആ പുളി വെള്ളം ഒന്ന് തയ്യാറാക്കി എടുക്കണം. ഫസ്റ്റ് 1 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി ഇതുപോലെ പിഴിഞ്ഞെടുക്കണം. ഇനി ഒരു പകുതി ലെമൺ ഇതിലേക്ക് പിഴിയണം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ജീരകപ്പൊടി, പുതിന പൗഡർ, പിന്നെ മല്ലിയില ഇതുപോലെ പേസ്റ്റ് അരച്ചത് 1 സ്പൂണ് എല്ലാം ചേർത്ത് ഒരു ചെറിയ സ്പൂണ് പഞ്ചസാര, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ ചാറ്റ് മസാലയും കൂടി ചേർക്കണം. എല്ലാം ചേർത്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്ത് വെച്ചാൽ മതി. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുത്തതിന് ശേഷം ഇത് ചെറിയ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റും ചെയ്യണം. എൻ്റെ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബും ചെയ്യണേ. ഇനി ഇത് ഇതുപോലെ ഒരു ഗ്ലാസ് ഉപയോഗിച്ച് എല്ലാം ഒന്ന് വെട്ടിയെടുക്കാം. ഇതുപോലെ അങ്ങനെ പരത്തി വെട്ടിയെടുക്കണം. ഞാനിപ്പോൾ എല്ലാം ഇതുപോലെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കി കടായി വെച്ച് എണ്ണ ചൂടായതിന് ശേഷം എല്ലാം വറുത്ത് കോരിയെടുക്കാം. ഇതുപോലെ ഇട്ടതിന് ശേഷം സ്പൂണ് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ നല്ലോണം പൊന്തി വരും. കണ്ടോ, നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഇതിന് ഞാനൊരു മസാല തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മൾ പൂരിക്കെല്ലാം ഉരുളക്കിഴങ്ങ് മസാല ആക്കാറുണ്ടല്ലോ, അതുപോലെ ഒരു മസാല അതും ചേർത്ത് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളക്കടല കൂടി ചേർക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ പാനിപൂരി റെഡിയായി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.